എൻ ചെക്കുട്ടി, ഇവിടെ ഞാൻ തുടക്കത്തിലൊരു ഇൻട്രോ പറഞ്ഞു. ആ ഇൻട്രോയിൽ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ വർഷങ്ങളായി കൊടിപിടിച്ച ഒരു കേഡറിന് ബി ജെ പിയിലേക്ക് പോകാൻ എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. അത് മുല്ലശ്ശേരി മധുവിനെ പറ്റി സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ 42 വർഷക്കാലങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തിൻ്റെ ചൂടാറും മുന്നേ കാവിക്കൊട്ടാരം പിടിച്ച ഇതിന് കൊടുക്കുന്ന പാർട്ടി വിദ്യാഭ്യാസം എന്താണെന്ന് പാർട്ടി സെക്രട്ടറിയോട് ഞാൻ ചോദിക്കലാണ്. അത് മുല്ലശ്ശേരി മധുവിനെ നേരിട്ടൊന്നും പറയുന്നതല്ല. അത് കേൾക്കുമ്പോഴേക്കും മുല്ലശ്ശേരി മധു അസഹിഷ്ണുവായി ഇരിക്കാൻ കഴിയാതെ മൈക്കൂരി എറിഞ്ഞ് ചർച്ചയിലില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ രീതി. പക്ഷേ ഇദ്ദേഹത്തിന് ധാർഷ്ട്യമാണ്, ഇദ്ദേഹത്തിന് താൻ പോരിമയാണ്. ഇദ്ദേഹം പറഞ്ഞില്ലല്ലോ ഹാഷ്മി. അതെ, അങ്ങനെ പറഞ്ഞു സാർ. കേട്ടില്ലല്ലോ. അല്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് കേട്ടില്ലല്ലോ. അല്ല, പിന്നെ എന്തിനാണ് മുല്ലശ്ശേരി മധു അല്ല മധു ഇറങ്ങിപ്പോ എന്തിനാ? അല്ല ബി വി അദ്ദേഹം ഇരിക്കുന്നില്ല. അല്ല ബി വി 7 മുതൽ 8 വരെ ചർച്ചയ്ക്കിരിക്കാമെന്ന് പറഞ്ഞ ഈ മധു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ക്യാമറാമാൻ അവിടെ ഉണ്ടല്ലോ, എന്താണ് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റാതെ ചോദിക്കുക? അദ്ദേഹത്തിന് ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചത് കേൾക്കാൻ പറ്റില്ലായിരിക്കാം, മറ്റൊന്നിൽ കാരണമായിരിക്കാം. പക്ഷേ ഹാഷ്മി അദ്ദേഹം അസഹിഷ്ണുത കൊണ്ട് ഊരിക്കളഞ്ഞു എന്ന് എങ്ങനെ വിശകലനത്തിലെത്താൻ പറ്റുന്നത്? സാറേ, 7 മുതൽ 8 വരെ ചർച്ചയ്ക്കിരിക്കാമെന്ന് പറഞ്ഞ മനുഷ്യൻ എല്ലാം എല്ലാ കുത്തിയിരുന്നു. ഇൻട്രോ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്തിനാ? ഓക്കെ, ഞാൻ അങ്ങനെ പോട്ടെ ഞാൻ അങ്ങനെ. താങ്കളുടെ ചോദ്യത്തിൽ എന്തിനാ അസഹിഷ്ണുത? എന്നോട് എന്തെല്ലാം ചോദിക്കുന്നു. അദ്ദേഹം 40 വർഷത്തെ പാരമ്പര്യമുള്ള അദ്ദേഹം അങ്ങനെ അസഹിഷ്ണുത ഉള്ള ആളല്ല. അദ്ദേഹം ഫേസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുക. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ചലഞ്ച് ചെയ്തിട്ട് അല്ല, ഞാൻ പറഞ്ഞു ബിവിയോട് എത്ര ഏറ്റുമുട്ടൽ നടത്തി. ബിവി ഇറങ്ങിപ്പോയിട്ടുണ്ടോ? ഒരു ചോദ്യം എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുക അദ്ദേഹം. ഓക്കെ എൻ ചെക്കുട്ടി, പോട്ടെ. എന്തായാലും പാർട്ടി സഖാക്കൾ പറയുന്നുണ്ട്. ശരി, ഓക്കെ കപ്പാസിറ്റി ഉണ്ട്. താങ്കളുടെ 2 ചോദ്യം ചോദിക്കുമ്പോഴും അദ്ദേഹം അങ്ങനെ അസഹിഷ്ണുത കാണിക്കില്ല. ആവേണ്ട കാര്യമില്ല. എന്റെ എക്സാക്ട് പോയിന്റ് അത് തന്നെയാണ്. അങ്ങനെ ആവേണ്ട കാര്യമില്ല. എൻ ചെക്കുട്ടി, എന്തായാലും പാർട്ടി സഖാക്കൾ പറയുന്നുണ്ട് ഇയാൾക്ക് ആരോപണമാണ്, താൻ പോരിമയാണ്, ഇദ്ദേഹം ഒരു പ്രമാണിയെ പോലെ പെരുമാറുന്നു, മാടമ്പിയെ പോലെ പെരുമാറുന്നു, പുച്ഛത്തോടെ സാധാരണ സഖാക്കളെ കാണുന്ന അവിടുത്തെ സഖാക്കളുടെ ആരോപണം എന്ന് പോട്ടെ, ഞാൻ അത് ചേർത്ത് വായിക്കുന്നില്ല. എൻ ചെക്കുട്ടി, എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം, ഇവിടെ 42 വർഷം 82-ൽ അദ്ദേഹം പാർട്ടി പ്രവർത്തനം തുടങ്ങുന്നു. അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറി ആവുന്നു. അതിനുശേഷം ഗൾഫിൽ പോകുന്നു, സമ്പന്നനായി തിരിച്ചു വരുന്നു. പിന്നെ ഏരിയ സെക്രട്ടറി പിന്നെ ലോക്കൽ സെക്രട്ടറി ആവുന്നു. 2 തവണ ഏരിയ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു CPM-ന്റെ പോയകാല ഏരിയ സെക്രട്ടറിമാർക്ക് ഒരു പ്രത്യയശാസ്ത്ര ഭാരമുള്ള മനുഷ്യരല്ലേ സാറേ? അദ്ദേഹം 3-ാം തവണ ഏരിയ സെക്രട്ടറി ആവുന്നില്ല, അപ്പം തന്നെ വിട്ട് BJP-യിലേക്ക് ചേരുന്നു. അവിടെ ബിപിൻ സി ബാബു അവിടെ പ്രശ്നമുണ്ടാകുന്നു, പെട്ടെന്ന് BJP-യിലേക്ക് ചേരുന്നു. CPM കേഡർമാർക്ക് BJP-യിലേക്ക് ചേരാൻ പറ്റുന്ന രാഷ്ട്രീയം ഉണ്ടാവുന്നത് എങ്ങനെയാണ് എൻ ചെക്കുട്ടി? അല്ല, യഥാർത്ഥത്തിൽ 2 തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഈ വിഷയത്തെ 2 തരത്തിൽ കാണുന്നു. ഒന്ന്, വ്യക്തികൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് മാറാനുള്ള എല്ലാ അവകാശമുണ്ട്. ആ നിലപാട് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാം. അത് സ്വാഭാവികമായിട്ടൊരു പ്രക്രിയയാണ്. പക്ഷെ അത് ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടാവുന്ന സംഗതിയല്ല. നമ്മൾ ദീർഘകാലമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ ആ പാർട്ടിയിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യാണ് ആദ്യം ചെയ്യുക. വിഡ്രോ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറ്റു പാർട്ടികളെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുക. അപ്പോൾ ഏത് പാർട്ടിയാണ് ഇപ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത് എന്നതൊക്കെ ആലോചിച്ചതിന് ശേഷം ഒരു കുറഞ്ഞ കാലത്തെ ഒരു കൂളിംഗ് പീരീഡിന് ശേഷമാണ് ഒരാൾ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നത്. അതല്ല, ഞാൻ ഈ 2 കേസിലും ഞാൻ കാണുന്നത്, ഇന്നലെ വരെ CPM-ന്റെ കാഡർമാരായിരുന്ന ആളുകൾ ആ പാർട്ടി വിട്ട ഉടനെ BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച്, അവരുടെ രാഷ്ട്രീയമായ എഡ്യൂക്കേഷനെ കുറിച്ച് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് വരും. കാരണം CPM മാത്രം ഏത് പാർട്ടിക്കായാലും ഒരു ക്ലിയർ കട്ട് പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ട്. ആ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ പൊസിഷനെ ഒരു ദിവസം നമ്മൾ വസ്ത്രം മാറുന്ന മാതിരി നമുക്ക് മാറ്റാൻ കഴിയില്ല. അത് ആ നിലയ്ക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു കരിയർ മാത്രമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമ്പത്തികമായോ മറ്റേ തരത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ ഇന്നിപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നു മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ ആ പാർട്ടിയിലും അവർ ആ നിലയ്ക്കുള്ള പെരുമാറ്റം തന്നെയാണ് മാറ്റുക. ഈ പുള്ളിപ്പുലിയുടെ പുള്ളി മാറ്റാൻ പറ്റും. CPM-നകത്ത് നിന്നുകൊണ്ട് കാര്യസാധ്യം സാധിക്കുന്നില്ലെങ്കിൽ BJP വഴി കാര്യസാധ്യം സാധിക്കാന്ന് പറഞ്ഞാൽ BJP-ക്ക് ഒരു ഭാരമായിട്ട് തീരും. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രശ്നം. അത് എല്ലാ പാർട്ടികളും ആലോചിക്കേണ്ടത്. കിട്ടുന്ന ആളുകളെ ഉടനടി പിന്നെ വിഴുങ്ങുമ്പോൾ ഇത് നമുക്ക് ചിലപ്പം ഛർദ്ദിക്കേണ്ടതായിട്ട് വരും. ഭാവിയിൽ നമുക്കിനെ ഒരു ഭാരമായി തീരും
ചെയ്യും എന്ന് എല്ലാ പാർട്ടികളും ആലോചിക്കണം. കാരണം ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ആളുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, ജനങ്ങൾ വെറുക്കുന്ന ആളുകളെ ഒരു പാർട്ടിക്കകത്ത് ചേർക്കുന്നത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി. നേരത്തെ നമ്മൾ പാർട്ടിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എം എൻ വിജയൻ്റെ കാലത്തൊക്കെ വലിയ റെസിസ്റ്റൻസ് വന്നപ്പോൾ ഡസൻ കണക്കിന് ആളുകളെ, നൂറുകണക്കിന് ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിയുടെ ഐഡിയോളജിക്കൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നിരവധി പേര് പുറത്തു പോയിട്ടുണ്ട്. അതിൽ ഒരാൾ പോലും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം വിട്ടുപോയിട്ടില്ല. ഒരു പാർട്ടി വിട്ടുപോയിട്ടുണ്ട്, പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മറ്റു പല തലങ്ങളിൽ നിന്നുകൊണ്ട്, സാംസ്കാരിക രംഗത്തായാലും ശരി, മറ്റു പൊതുരംഗത്തായാലും ശരി, മറ്റ് വിവിധ ഇടതുപക്ഷ പാർട്ടികളായാലും ശരി, ആ പലതരം പാർട്ടികളിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കഴിഞ്ഞ 10, 15, 20 വർഷത്തിനിടയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ഇറോഷൻ വന്നിട്ടുണ്ട്. പാർട്ടിയുടെ ഐഡിയോളജി, യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ശക്തമായിട്ട് ഐഡിയോളജിക്കൽ ബേസിസ് അത് പോയത് കൊണ്ടാണ് ഇവർക്ക് ഇന്ന് CPM പ്രവർത്തിക്കാം, നാളെ മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിക്കാം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രശ്നം CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിലുള്ള ഒരു പരിശോധന അവർ നടത്തണം. ഈ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്, ഈ പാർട്ടിയുടെ കേഡർമാർക്ക് എന്താ സാധിച്ചത്, ഇവരുടെ പാർട്ടിയുടെ വിദ്യാഭ്യാസം എവിടെയാണ്, ഇതാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടത്. അല്ലാതെ ഇപ്പം ജോയിയോ കടകംപള്ളിയോ പറഞ്ഞിട്ട് ഇയാൾ മഹാമോശക്കാരാന്ന് പറഞ്ഞാൽ, ജോയിയും കടകംപള്ളിയും അടങ്ങുന്ന പാർട്ടി ലീഡർഷിപ്പാണ് ഇദ്ദേഹത്തെ 10, 12 വർഷങ്ങളായിട്ട് ലീഡർഷിപ്പിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരാളെ ഇങ്ങനെ ദീർഘകാലം നിർത്തിയതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോയതിന് ശേഷം അദ്ദേഹം മോശക്കാരനാന്ന് പറയുമ്പോൾ ആ പാർട്ടി ലീഡർഷിപ്പാണ് ആൻസർ പറയേണ്ടത്. പാർട്ടിയോട് അവർ ആൻസർ പറയണം, പൊതുസമൂഹത്തോടെ അവർ ആൻസർ പറയണം. അവരെന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് അവരുടെ പാർട്ടിക്കകത്തുള്ള അണികളോട് പറയുന്നത്. ഇതാണ് യഥാർത്ഥ പ്രശ്നം. കാര്യസാധ്യമല്ല മാത്രമല്ല രാഷ്ട്രീയം, ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ് ഇന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ടാണ് ആളുകൾ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് ആളുകൾ പിറ്റേന്ന് രാവിലെ തന്നെ ആദ്യം കാണുന്ന ബസ് കയറുന്ന മാതിരി ആദ്യം കാണുന്ന രാഷ്ട്രീയ പാർട്ടി ചേർന്ന്. ഇതൊരു ദുരന്തമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാഡേഴ്സിനെ വെച്ചിട്ട് ഈ പാർട്ടിക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്.